ഞാൻ പറയാം. എന്തായാലും ഞാൻ സ്വന്തമായിട്ട് ദിവ്യഗർഭം ഒന്നും ധരിക്കത്തില്ലല്ലോ. അപ്പൊ ഞാൻ ആ ഗർഭം ധരിച്ചു. സുധിച്ചേട്ടൻ വേറൊരു വോയിസ്, സുധിച്ചേട്ടനുള്ളപ്പോ ഞാൻ ആരാണ്ടര ഗർഭം ധരിച്ചത്. നിനക്കൊക്കെ നാണമാകുന്നില്ല? നിന്റെയൊക്കെ വീട്ടിലെ കാര്യം അന്വേഷിക്കാനുള്ള. അങ്ങനെ നമ്മുടെ രേണുസുതി അബോഷൻ്റെ കേസുമായിട്ട് പിന്നെയും വന്നിരിക്കുകയാണ്. അതായത് ഒരു മനുഷ്യരും ഇതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നില്ല. അന്നേ ഈ ഒരു വിഷയം എല്ലാവരും സംസാരിച്ച് കഴിഞ്ഞ് അങ്ങ് വിട്ടതാണ്. ഇപ്പം ഈ ഒരു സ്ത്രീ വീണ്ടും ഇത് പൊക്കി പിടിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. ഇവരുടെ വിചാരം എന്ന് പറയുന്നത് അബോഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ വലിയ അങ്ങ് മഹത്തായ പരിപാടിയാണെന്നാണ് ഇവർ ധരിച്ചു വെച്ചിരിക്കുന്നത്. ഇവർക്ക് അതിൻ്റെ അർത്ഥം പോലും എനിക്കറിയാമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് പറയാൻ നിൽക്കും ഇല്ല. പണ്ടെങ്ങാണ്ട് ഹനാനെങ്ങാണ്ട് എന്തോ പറഞ്ഞൊരു കാര്യം പിന്നെയും എന്തോ വലിയ സംഭവമായിട്ട് സംഭവം ഞാൻ പറഞ്ഞുതരാം. പുള്ളിക്കാരി കുറെ കോൺട്രവേഴ്സികളിലൂടെയാണല്ലോ ജീവിക്കുന്നത്. അതെ, തീർച്ചയായും. മദ്യക്കുപ്പിയും കള്ളു കേസുമായിട്ടുള്ള സാധനം തീർന്നു. ഇനി അതെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത കേസോടെ മണ്ടക്കോട്ടിരിക്കും. അതെ, സബ്സ്ക്രിപ്ഷൻ ഓൾറെഡി ഓടുന്നുണ്ട്. സബ്സ്ക്രിപ്ഷൻ അങ്ങനല്ലേ പറഞ്ഞു? സബ്സ്ക്രിപ്ഷൻ അത് ഓൾറെഡി ഓടുന്നുണ്ട്. അതിന്റെ കൂടെ പുതിയൊരു സാധനം കൂടി ഇട്ട് കത്തിക്കണം. അതിനു വേണ്ടിട്ട് എന്ത് ചെയ്ത് പഴയ അണഞ്ഞ സാധനം എടുത്തോണ്ട് വരും. അത് കുത്തിപ്പൊക്കി കൊണ്ടുവന്നു. അതായത് പണ്ട് അത് കണ്ട് 79,000 പേരെ കണ്ട ആ ഒരു വീഡിയോ കണ്ടടാ, ഒരു വോയിസ് കണ്ട്. അതിനുശേഷം പിന്നെ ആൾക്കാർ അതിനെപ്പറ്റി ചർച്ച ചെയ്യാറുമില്ല. ഇവരെ എനിക്ക് തോന്നുന്നില്ല ഇവരുടെ കമന്റ് ബോക്സ് അതിനെ പറ്റിയിട്ട് വലിയ രീതിയിലുള്ള കമന്റുകളും വരുന്നതുമില്ല. ഇവര് അനാവശ്യമായിട്ടാണ് ഇപ്പൊ ഈ ഒരു സാധനം. ഇനി അനാനെ കുത്തി അനാൻ്റെ അണ്ണാക്കി കുത്തി അവരെ കൊണ്ട് പറയിക്കണം. സെറ്റാവും. എന്തായാലും നമുക്കതൊന്ന് കേൾക്കാം. ഹനാൻ പറഞ്ഞ പഴയ കഥകൾ വീണ്ടും വോയിസ് ആയിട്ട് കുത്തിപ്പൊങ്ങുന്നുണ്ട്. പലരും അത് ഇടുന്നുണ്ട്, പലരും അത് എൻജോയ് ചെയ്യുന്നുണ്ട്. നേരത്തെ എൻജോയ് ചെയ്തിട്ടുണ്ട്. ലോകത്തിൽ ഞാൻ മാത്രമാണല്ലോ ഇനിയിപ്പോൾ അങ്ങനെ ചെയ്താലും ചെയ്ത ഒരു പെണ്ണല്ലേ. ഓക്കെ, ശരി. ഓക്കെ. കുറച്ച് നാളുകൾക്ക് മുന്നേ ഈ രേണുസുതി സജീനയുടെ കൂടെ ഒരുമിച്ചിരുന്ന ഒരു വീഡിയോ ആയിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഈ സുതി ജീവിച്ചിരുന്ന സമയത്തായിരുന്നു അബോഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് സുധിച്ചേട്ടനും അറിയാവുന്നതാണ്, കിച്ചുവിനും അറിയാവുന്നതാണെന്നുള്ള രീതിയിലാണ് ഇവർ സംസാരിച്ചത്. അതിനുശേഷം പിന്നെ ഇപ്പം വീണ്ടും വന്നിരിക്കുവാണ്. അവസാനമായിട്ട് ഇവരെ ഹനാൻ എക്സ്പ്ലനേഷൻ കൊടുത്തൊരു വീഡിയോ വരുന്നത്. ഇപ്പം ഈ വീഡിയോ കൂടെ കുത്തിപ്പൊക്കി കൊണ്ടുവന്നു. ഇപ്പം നമ്മളൊക്കെ ഇപ്പം ഫേസ്ബുക്കിൽ ഇടയ്ക്കൊരു സമയത്ത് നമ്മുടെ പഴയ ഫോട്ടോ പോയി ലൈക്ക് ചെയ്ത് കുത്തിപ്പൊക്കുമായിരുന്നു. അതേപോലെ തന്നെ എൻ്റെ സ്വന്തം കാര്യങ്ങൾ കുത്തിപ്പൊക്കാൻ എനിക്ക് വെറുതെ സഹായം ആവശ്യമില്ല, ഞാൻ തന്നെ കുത്തിപ്പൊക്കും. അത് നിങ്ങൾ ചർച്ചയാക്കണം. അല്ല, വേറൊരു വിഷയം പറയാം. ഈ അബോഷൻ എന്ന് പറയണതുണ്ടല്ലോ, അത് നിയമവിരുദ്ധമാണ്. നിസ്സാര കേസല്ലേ. ചുമ്മാ വന്നിരുന്ന് പറയുമ്പോഴത്തേനും എങ്ങനെയൊക്കെ വള്ളി വരും സംസാരിക്കുമ്പോൾ ഉണ്ടല്ലോ, അതിന് എന്തെങ്കിലും ഒരു നമുക്കൊരു ബോധം എന്ന് പറയുന്നൊരു സാധനം വേണം. ഇത് നിങ്ങളുടെ പേരിൽ കേസ് എടുക്കാൻ പറ്റുന്ന കാര്യമാണ്. ആരെങ്കിലും തുനിഞ്ഞിറങ്ങി കഴിഞ്ഞാൽ ആ ഹോസ്പിറ്റലിന്റെ പേരിലും കേസ് എടുക്കാൻ പറ്റും. അങ്ങനെ അബോഷൻ ചെയ്തുകൂടാ. വലിയ സംഭവം ചെയ്ത പോലെയാണ് ഈ പറയുന്നത്. അല്ലെങ്കിൽ എന്തോ ഒരു നിസ്സാര കേസ്, ഒരു അബോഷൻ ചെയ്തു, ആ ഒരു സെറ്റപ്പിലാണ് സംസാരിക്കുന്നത്. സെറ്റ്. ഞാനത് വേണ്ടെന്ന് വെച്ചുകൊണ്ടിരിക്കുവായിരുന്നു, അതിനെപ്പറ്റി പ്രതികരിക്കുന്നില്ലെന്ന്. ഞാനൊരു ഇവര് വേണ്ടെന്ന് വെച്ചോണ്ടിരിക്കുക. ഇവര് പിന്നെ എന്തിനാ സജീവനായിട്ട് വന്നിരുന്നിട്ട് പ്രതികരിച്ചത്? അതിലല്ലേ പ്രതികരിക്കേണ്ടത്. പ്രതികരിക്കേണ്ട കാര്യങ്ങളിൽ നിങ്ങൾ പ്രതികരിക്കും. അതിന് നിങ്ങളുടെ കൂടെ ജനം നിൽക്കും. പ്രതികരിക്കാത്ത കാര്യങ്ങൾ നിങ്ങൾ വന്ന് പ്രതികരിക്കുമ്പോഴാണ് നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും. മനസ്സിലായോ? ഇവിടെ രേണു വേറൊരാളുടെ കൂടെ പോയി ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഉണ്ടായെന്നോ, അല്ലെങ്കിൽ നിങ്ങൾ അബോഷന് പോയെന്നോ, അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ, ഇതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളാണ്. അതിനൊന്നും ഒരു മനുഷ്യർക്ക് അഭിപ്രായം പറയാനോ നിങ്ങളെ തെറി വിളിക്കാനോ ഉള്ള സ്വാതന്ത്ര്യമില്ല. പക്ഷേ നിങ്ങൾ എന്താ പറയണ്ടേ, നിങ്ങൾ ഒരു ക്ലാരിറ്റിയോടെ കൂടിയിട്ട് ഈ ഒരു വിഷയം നിങ്ങൾക്ക് വേണം തീർക്കാം. ബാക്കി എന്ത് വിഷയം ചോദിച്ചാലും നീ ആരോടാ ചോദിക്കുക, ഇതിനെ കുറിച്ച് മാത്രം ചോദിക്കുമ്പോൾ അതിനകത്ത് എനിക്ക് മറുപടി പറയാൻ താല്പര്യമില്ല. അപ്പൊ അതാണ് ആൾക്കാർക്ക് ഇതിൽ എന്തോ ശരിയുണ്ടെന്നുള്ളത് അങ്ങനെ ചിന്തിക്കത്തുള്ളൂ. ചോദിച്ചോട്ടെ, അല്ലാത്തവരുടെ ഒക്കെ എടുത്ത് അവൾ ചാടുന്നല്ലോ, ഇത് സത്യമാണോ? നിനക്കൊക്കെ എന്തിൻ്റെ കേടാണ്? നാണമാകുന്നില്ലേ അത് പിന്നെയും കുത്തിപ്പൊക്കി എന്നെ പറ്റി ഇങ്ങനെ സംസാരിക്കാൻ? ഓക്കെ, ശരി. നിങ്ങളിങ്ങനെ സ്ഥാപിക്കുന്നവർ ഏതായാലും ഞാൻ എന്താ പറയുക, ദിവ്യമായിട്ടൊന്നും അങ്ങനെ ആവത്തില്ലല്ലോ. അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യും, അതിന്റെ ഉത്തരവാദിയെ നിങ്ങൾ കൊണ്ടുവരണം. നിങ്ങൾ ഗർഭിണി ആയിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി ഞങ്ങളെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഞങ്ങൾക്ക് എങ്ങനെ അറിയാവുന്നത് അത് ആരാന്ന്? രേണു ഇത് പറയുമ്പോൾ ശ്രദ്ധിച്ചു പറയണം. രേണു കുറച്ച് നാളുകൾക്ക് മുമ്പേ ഞാൻ വേറെ കെട്ടിട്ടുണ്ട്, നീയൊക്കെ കൊണ്ടുപോന്ന് പറഞ്ഞപ്പോഴേ പല ആൾക്കാരും കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നേ. രേണു ഇത് മറക്കാനാണെന്ന് താല്പര്യമെങ്കിൽ ഇങ്ങനെ ഈ വെല്ലുവിളിയാണ് രേണുവിന്റെ ഏറ്റവും വലിയ പ്രശ്നം. ഇത് കൊണ്ടുവരാൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളത് എവിടുന്ന് പോയി കണ്ടുപിടിക്കും? എവിടുന്നേലും കൊണ്ടുവരണം. ഇതൊക്കെ നിന്റെ നാടല്ലേ, എവിടുന്നാന്ന് വെച്ചാൽ പറയാനില്ല കേട്ടോ. ഇങ്ങനെയൊക്കെ വന്ന് സംസാരിക്കാനും വേണം ഒരു ഉളുപ്പ്. കൊണ്ടുവന്നിട്ട് നിങ്ങൾ ബാക്കി കാര്യം ചെയ്യും. അല്ല, ഇപ്പം എനിക്കെന്താ പറയാൻ പറ്റുന്നത്? നിങ്ങൾ ഹോസ്പിറ്റലിൽ പറയുന്നു, അങ്ങനെ ചെയ്തെന്ന് പറയുന്നു. ഞാൻ ഇതിനെപ്പറ്റി ഒന്ന് പ്രതികരിക്കാതിരിക്കുമായിരുന്നു. കാരണം ഹനാൻ എൻ്റെ ഒരു സുഹൃത്തായിരുന്നു. പുള്ളിക്കാരി എങ്ങനെയാണ് ഇങ്ങനെ തിരിഞ്ഞെന്നും എനിക്കറിയാം. ഇപ്പൊ ആരെങ്കിലും സുഹൃത്തുണ്ടോ? അല്ല അതിൻ്റെ സുഹൃത്താണെന്നുള്ള കാര്യം സമ്മതിച്ചേ. അപ്പൊ സുഹൃത്ത് കള്ളമായിരിക്കത്തില്ല പറയുന്നതെന്നുള്ളൊരു കാര്യം ഏകദേശം ക്ലാരിറ്റി ആയി. ഇനി വേറെ കാര്യം പറയാം. ഈ ഹനാൻ ഈ ഒരു കേസ് പറഞ്ഞിരിക്കുന്നത്
ഷഫീന ബീവിയുടെ അടുത്ത് മാത്രമൊന്നും അല്ലായിരുന്നേ, അതും കൂടെ ഞാൻ എടുത്ത് പറയാം. ഹനാൻ ഈ ഒരു കേസ് വേറെ ആൾക്കാരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, അത് നമുക്കറിയാവുന്ന ഒരു കേസാണ്. അപ്പം എന്തെങ്കിലും ഒരു സത്യാവസ്ഥ ഇല്ലാതെ ഹനാൻ ഇത് പറയേണ്ട കാര്യമുണ്ടോ? ഇല്ല. അപ്പം ഇങ്ങനെ ഒരു അലിഗേഷൻ, ഇത്ര സീരിയസ് അലിഗേഷൻ നിങ്ങളുടെ പേരിൽ വന്ന സ്ഥിതിക്ക് നിങ്ങളത് പ്രൂവ് ചെയ്യും. അതാണ് നിങ്ങളുടെ കഴിവ്. അത് നിങ്ങൾ അതായത് ജനങ്ങളുടെ മുന്നിൽ നിങ്ങളത് തെളിയിച്ചു കൊടുക്ക്. അതെന്താണ് ഇവരിങ്ങനെ നിങ്ങളെ പറ്റി ഇങ്ങനെ ഒരു അലിഗേഷൻ പറഞ്ഞത്, അല്ലെങ്കിൽ ഒരു കള്ളത്തരമാണ് പറഞ്ഞെങ്കിൽ നിങ്ങൾ കൊണ്ടുവന്ന് കേസ് കൊടുക്കും അല്ലേ? സത്യാവസ്ഥ ആണെങ്കിലും അല്ലെങ്കിലും രേണു ഇത് ഒന്നുകിൽ ക്ലാരിഫൈ ചെയ്യാതിരിക്കാം. ഇത് രേണുവിന്റെ ലൈഫിൽ നടന്ന വളരെ പ്രൈവറ്റ് ആയിട്ടൊരു സാധനമാണ്. പിന്നെ അത് എക്സ്പോസ് ചെയ്യുമ്പോഴത്തേനും അതിനകത്ത് എന്താ സംഭവം എന്നുള്ളത് രേണു ക്ലാരിഫിക്കേഷൻ ചെയ്യണം. ഇതതില്ല, ഈ ഒരു വിഷയത്തെക്കുറിച്ച് മാത്രം എനിക്ക് സംസാരിക്കാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോഴത്തേനുമാണ് ഈ ചോദ്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഹനാൻ നിങ്ങളുടെ ഫ്രണ്ടാണ്. ഹനാൻ എന്തുകൊണ്ട് ഈ സാധനം പുറത്തിട്ടു, അതിനെ കോർണർ ചെയ്യാനുള്ള സാധനം എന്തുകൊണ്ട് നിങ്ങളുടെ കയ്യിലില്ല? ഹോസ്പിറ്റൽ ഉൾപ്പെടെ ഈ ഹനാൻ പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനൊരു സാധനം സംഭവിച്ചിട്ടില്ല, പോട്ടെ, ഇങ്ങനൊരു സാധനം സംഭവിച്ചു. ഇപ്പൊ ആർക്കാ പ്രശ്നം? നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചൊരു സാധനം നിങ്ങൾ ഇപ്പൊ ഉണ്ടാക്കിയ നാണക്കെട്ടിന് എത്ര ഒന്നും ഇനി രേണു ഉണ്ടാക്കാൻ ഒരിക്കലും വേണ്ട. ഒരിക്കലുമില്ല. കാര്യം നിങ്ങളെ സംബന്ധിച്ച് ഇപ്പൊ നമ്മുടെ സബ്സ്ക്രിപ്ഷൻ വേണം തുടങ്ങിയിരിക്കുന്നു. അപ്പൊ അത്രയൊക്കെ നിങ്ങൾ അതിനകത്ത് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കൂടെ ഇന്നലെ എന്താ പറഞ്ഞത്? ചല്ലിബല്ലി. അതെ, കല്ലിവല്ലി എന്തോന്ന് ഇല്ല. ഞാനൊരു കുറ്റം പറഞ്ഞായിട്ട് എങ്ങും കാണുന്നില്ല. പിന്നെ അവരെന്താണ് തിരിഞ്ഞെന്ന് എനിക്കറിയില്ല. ഇപ്പം അവരെൻ്റെ കൂട്ടുകാരിയല്ല. കാരണം എന്നെപ്പറ്റി അനാവശ്യം പറഞ്ഞാൽ അവരെൻ്റെ കൂട്ടുകാരിയല്ല. സോ എന്താണ് ഇതിൻ്റെ അടിസ്ഥാനം എന്നറിയാതെ വെറുതെ എന്നെ ഇട്ടി ക്രൂശിക്കുന്നവരോട് ഞാൻ പറയാം, എന്തായാലും ഞാൻ സ്വന്തമായിട്ട് ദിവ്യഗർഭം ഒന്നും ധരിക്കത്തില്ലല്ലോ. അപ്പം ഞാൻ ആ ഗർഭം ധരിച്ചു. സുധിച്ചേട്ടൻ വേറൊരു വോയിസ്, സുധിച്ചേട്ടനുള്ളപ്പോൾ ഞാൻ ആരാണ്ട ഗർഭം ധരിച്ചത്. നിനക്കൊക്കെ നാണമാകുന്നില്ല? നിന്റെയൊക്കെ വീട്ടിലെ കാര്യം അന്വേഷിക്കാനോ? അങ്ങനെ ഒരു വോയിസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് അങ്ങനെ ഒരു വോയിസ് ഉണ്ടെങ്കിൽ രേണു തന്നെ തയ്ച്ചാറുണ്ട്. രേണുവിനെ മാത്രമേ ഇത് കാണത്തുള്ളൂ. എനിക്കറിയാൻ പാടില്ല. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അബോഷന്റെ കേസ് ഹനാൻ പറഞ്ഞ സമയത്ത് ഞാൻ അതൊന്നും എന്റെ വീഡിയോക്കകത്ത് എടുത്തു വെച്ചത് പോലും ഇല്ല. ബിക്കോസ് അതൊന്നും കേൾക്കാൻ താല്പര്യമില്ല. ഇവർ എനിക്കൊന്ന് ബിഗ് ബോസിലായിരുന്ന സമയത്താണ് ഞാനത് കേൾപ്പിച്ചൊന്നുമില്ല. പിന്നെ കോൺട്രവേഴ്സി ആയ സമയത്താണ് ഞാൻ സത്യം പറഞ്ഞത് കേട്ടത്. ഇതിനകത്ത് രേണുവിന്റെ എനിക്കിപ്പോ മനസ്സിലാക്കുന്ന ഒരു സാധനം, രേണുവിന് ഇപ്പൊ ആരും ഇല്ല കൂടെ. അപ്പൊ നേരത്തെ ഞാൻ വീഡിയോ കാണാറില്ല, ഞാൻ കമന്റ് ബോക്സ് നോക്കാറില്ല എന്ന് പറയുമ്പോൾ സ്വന്തമായിട്ട് ഇപ്പൊ പ്രതികരിച്ചു തുടങ്ങി. ഇപ്പൊ ആരും കൂടില്ല, പുള്ളിക്കാരി ഒരു ഒറ്റപ്പെട്ട സ്റ്റേജിലോട്ട് പോവാണ്. അതിന്റെ കാരണവും നിങ്ങൾ തന്നെയാണ്. സജീനെ ഇവരെ വെള്ളം പൂശാനായിട്ട് 1.5 ലിറ്റർ വെള്ളം എടുത്ത് മണ്ടക്കൂടെ ഒഴിച്ചു, എന്നാലും സമ്മതിക്കത്തില്ല. ഈ രേണുസുതി എന്ത് കാണിക്കുന്നത് നോക്കി നടക്കുന്ന ചെറ്റകളാണല്ലോ നീയൊക്കെ. നാണോ മാനമില്ലേ? ഹനാന്റെ വോയിസിനോട് പ്രതികരിക്കാൻ എനിക്ക് സൗകര്യമില്ല, ഇരിക്കുമായിരുന്നു. പക്ഷെ ഹനാൻ തന്നെ കൊണ്ടുവരട്ടെ ആ ഉത്തരവാദിയെ. ഒരു 22 വയസ്സുള്ള ചെറുക്കൻ എന്ന് പറഞ്ഞില്ലേ, ആ ചെറുക്കനെ കൊണ്ടുവരട്ടെ എന്നേ. പിന്നെ പണ്ടത്തെ ഒരു വോയിസ് ഞാൻ അറിഞ്ഞില്ല, ഫിറോസിക്കാടെ ഒരു വോയിസും ഇട്ടെന്ന് ഞാൻ അറിഞ്ഞു. CC ക്യാമറ കണ്ടെങ്കിൽ കൊണ്ട് വരട്ടെ എന്നേ. ആണില്ലാതെ പെണ്ണ് ഗർഭിണിയാകത്തില്ലല്ലോ, മനസ്സിലായോ? കൊണ്ടുവാടാ, എല്ലാവരും കൊണ്ടുപോവാ. ഈ പറയുന്നവനെല്ലാം കൊണ്ടുപോവാ ഇതിന്റെ ഉത്തരവാദികളെ. ശരി. അപ്പൊ രേണുസുതി ഗർഭിണിയായ രേണുസുതി ഗർഭിണിയായതിന്റെ ഉത്തരവാദിത്തം കണ്ടെത്തലാണ് ഈ പറയുന്ന ജനങ്ങൾക്ക്. ഞങ്ങളാണ് അപ്പൊ അവരെ തപ്പിപ്പിടിച്ചുകൊണ്ട് വരേണ്ടത്. കൊള്ളാം, എന്തായാലും ഞങ്ങൾക്ക് എന്തായാലും അതിന് സമയമില്ല. അതിന് നീ തന്നെ പോയി കണ്ടുപിടിച്ച് കൊണ്ടുവന്നാൽ മതി. മനസ്സിലാകാതെ ഇമ്മാതിരി തോന്നിയാസത്തിനൊന്നും ഞങ്ങൾ ആരെയും കൂട്ടിക്കത്തില്ല. ഇതിന്ന് മനസ്സിലാക്കാൻ സാധനം. അപ്പൊ അങ്ങനെ CCTV ടോപ്പ് ഉണ്ട്. ഇത് ഇതുവരെ ആരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. ഫിറോസൊക്കെ പറഞ്ഞ ഫിറോസൊക്കെ വോയിസ് ഉണ്ടോ CCTVയുടെ? എനിക്കറിയത്തില്ല. ഉള്ള കാര്യം പറയാമല്ലോ. ഞാൻ ആ മനുഷ്യനോട് സംസാരിച്ചിട്ട് എത്ര നാളായിട്ട് പുള്ളി എന്നോടൊന്നും ഇങ്ങനെ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ഇവരുടെ അബോഷന്റെ കേസ് പുള്ളി പറഞ്ഞിട്ടുള്ളത് ആ വീടിന്റെ കേസിനെ പറ്റിയിട്ടാണ് കൂടുതലും പറഞ്ഞിട്ടുള്ളത്. പുള്ളി ഇടപെട്ട വിഷയമല്ലേ, പുള്ളിക്ക് സംസാരിക്കേണ്ട കാര്യമുള്ളൂ. അതെ, ഉത്തരവാദിയെ അല്ലെങ്കിൽ ഉത്തരവാദികളെ എന്നിട്ട് നമുക്ക് ഒരുമിച്ച് അങ്ങ് കേസ് കൊടുക്കാം. എന്തായാലും പീഡനമായിരിക്കുമല്ലോ അങ്ങനെയാണെങ്കിൽ തന്നെ, ഞാൻ അബോഷൻ ആക്കണമെങ്കിൽ. സോ ഇനി ഇതിനെപ്പറ്റി പറഞ്ഞെങ്കിൽ നീയൊക്കെ ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും ഉത്തരവാദിയെ കൊണ്ടുപോവാ, മനസ്സിലായല്ലോ? അപ്പം നമുക്ക് അവിടെ വെച്ച് കാണാം. ഓക്കെ, ഇവർ ഗർഭിണിയായിട്ട് ഉത്തരവാദിത്തം നമ്മൾ കൊണ്ടുവരണമെന്നൊക്കെ പറയുമ്പോൾ ഈ സ്ത്രീക്ക് എന്ത് ബോധമുള്ളത്? ഇപ്പോഴും ഈ സ്ത്രീയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നടക്കുന്ന കുറെ മൊണ്ണകളുണ്ടല്ലോ. രേണുവിന് നല്ല PR വർക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. എല്ലായിടത്തും പോയിട്ട് പോസിറ്റീവ് കമന്റ്സ് ഇടുക, രേണുവിന് വേണ്ടി പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യുക. എല്ലാവരുടെ വിചാരം ഇതൊന്നും നമുക്ക് അറിയത്തില്ലെന്നാ. നല്ല PR വർക്കാ, നടക്കട്ടെ, ഒരു കുഴപ്പമില്ല. അതെ, വേറൊരു വീഡിയോ കൂടെ ഉണ്ട് കേട്ടോ. ഒരു ചേച്ചി പ്രതികരിക്കുന്നൊരു വീഡിയോ രേണുവിനെ പറ്റി. മിക്ക സ്ത്രീകളും ബ്യൂട്ടി പാർലറിൽ പോകാറുണ്ട്, പുരുഷന്മാരും ബ്യൂട്ടി പാർലറിൽ പോകാറുണ്ട്. പക്ഷെ ഈ കോസ്റ്റ്യൂമിൽ ഫേഷ്യൽ ചെയ്ത് കൊടുക്കുന്ന ബ്യൂട്ടി പാർലർ ഏതാണെന്നറിയാവോ? ഈ കോസ്റ്റ്യൂമിലാണ് അവിടെ ഫേഷ്യൽ ചെയ്യുന്നതെന്ന് തോന്നുന്നു. റീച്ചിന് വേണ്ടി ഏത് കോസ്റ്റ്യൂമും കേട്ടു.
അല്ലാത്ത അവതാരം തന്നെ. ഞങ്ങൾ പറയുന്നതല്ല കേട്ടോ, ഇങ്ങനെ ഒരുപാട് സ്ത്രീകൾ നിങ്ങളെ പ്രതികരിക്കുന്ന വീഡിയോസാണ്, അതിലൊരെണ്ണമാണിത്. ഇപ്പം ഞങ്ങൾ പറഞ്ഞാലല്ല ഉള്ള കുഴപ്പം, എടുത്ത് വെച്ചാൽ നിങ്ങൾ ഇതങ്ങ് എടുത്ത് വെച്ചങ്ങ് കാണിച്ചാൽ മതി. അപ്പം നിങ്ങൾ തന്നെ അതൊക്കെ കണ്ട് മനസ്സിലാക്കിക്കോ. ഇതിൽ കൂടുതൽ ഞാനത് ഒന്നും പറയുന്നില്ല. അതുകൊണ്ട് രേണു ഇവിടെ മനസ്സിലാക്കേണ്ട പ്രധാനമായിട്ടുള്ള കാരണം, രേണുവിൻ്റെ ഗർഭത്തിൻ്റെ ഉത്തരവാദിയെ കണ്ടുപിടിക്കേണ്ടതല്ല ഞങ്ങളുടെ പണി. ഓക്കെ, ഇതിൽ പടമോട്ടല്ല, പടത്തിൻ്റെ പേര് പറഞ്ഞതല്ല, ഇതെൻ്റെ ഗർഭമല്ല, എൻ്റെ ഗർഭം ഇങ്ങനെയല്ല എന്ന് ജഗതി പറയുന്നതാണെങ്കിൽ അതേ ഒരു സീനാണ് നിങ്ങളുടെ ചെയ്യണ. രേണുവിന് നിർബന്ധമാണെങ്കിൽ ഡിറ്റക്റ്റീവ് ഏജൻസികളുണ്ട്, രേണു തന്നെ അവരെ ഹയർ ചെയ്ത് കഴിഞ്ഞാൽ രേണുവിനെ കണ്ടുപിടിച്ച് എന്തിനാ ഹോസ്പിറ്റലിൽ ചെല്ലുക? അതല്ല, ഒരു പക്ഷേ ആ കുട്ടി ജനിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ DNA ടെസ്റ്റ് വഴി കണ്ടുപിടിക്കാമായിരുന്നു. എന്തായാലും അതിനകത്തോടൊന്നും ഞാൻ പോകുന്നില്ല. അവർ കല്യാണം കഴിക്കുകയോ ഗർഭം ധരിക്കുകയോ ഗർഭം അലസിപ്പിക്കുകയോ എന്തോ ചെയ്തോട്ടെ, പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അണഞ്ഞുപോയ വിഷയം വീണ്ടും കുത്തിപ്പൊക്കി വിവാദമാക്കാൻ നിൽക്കുന്നത് അത്ര ശരിയുള്ള പരിപാടിയല്ല. ബിക്കോസ് ഇത് നിങ്ങളുടെ ലൈഫിനെ തന്നെ ബാധിക്കുന്നതായിട്ടുള്ളൊരു സീരിയസ് അലിഗേഷനാണിത്. ഞാൻ അതിനകത്ത് അഭിപ്രായം പറയാൻ, അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾ അഭിപ്രായം പറയേണ്ട കാര്യമല്ല. വിഷയത്തെക്കുറിച്ച് എനിക്ക് പറയാൻ താല്പര്യം ഇല്ല എന്നുള്ള സാധനമെങ്കിലും മിണ്ടാതെ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഈ സാധനം കത്തി അവിടെ കാണോ അമർന്നങ്ങ് പൊക്കും, അത്രേ ഉള്ളൂ. ഇതിനെക്കുറിച്ച് നിങ്ങൾ വന്ന് പറഞ്ഞ് അതൊരു 3 ലക്ഷം പേരിലോട്ട് എത്തി. ആ 3 ലക്ഷം പേരിൽ നിന്ന് അത് പിന്നെയും പോയി സ്പ്രെഡായി നാട്ടുകാരെ മൊത്തം നിങ്ങൾക്ക് അറിയിക്കണം. ഇപ്പോൾ എൻ്റെ പേരിൽ ഇങ്ങനൊരു അലിഗേഷൻ കൂടെ കിടന്ന് കറങ്ങുന്നുണ്ടോ? അതെ. അപ്പോൾ അതുകൊണ്ട് ഇത്രയൊക്കെയാണ് രേണുവിനെ പറ്റിയിട്ട് പറയാനുള്ളത്. എന്തായാലും സബ്സ്ക്രിപ്ഷനൊക്കെ രേണുവിൻ്റെ അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോവുക. എന്തായാലും ഒരുപാട് കുടുംബങ്ങൾ ആ സബ്സ്ക്രിപ്ഷൻ കാരണം ജീവിക്കുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.